5 കിലോമീറ്ററിന് 300 രൂപയോ? സെർച്ച് ഗെയിമാണ് സാർ, ഞങ്ങളോട് ചൂടായിട്ട് കാര്യമൊന്നുമില്ല. ഓഹോ, ആറ്റിറ്റ്യൂഡ്. ഇനി സ്വന്തമായിട്ട് വണ്ടി മേടിച്ചിട്ടുള്ള ബാക്കി കാര്യം. അപ്പം നിങ്ങൾ ക്യാബ് എടുക്കുന്നോ അതോ കാർ മേടിക്കുന്നോ? കാർ മേടിക്കുന്നതിന് മുന്നേ നിങ്ങൾ ദിവസം എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക. ഈസ് ഇറ്റ് ഹൈ ഇനഫ് ടു ജസ്റ്റിഫൈ ദ കോസ്റ്റ് ഓഫ് ഓണിങ് എ കാർ? ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു 15 ലക്ഷത്തിന് താഴെ വരുന്ന ഒരു വണ്ടിയാണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ബലീനോ ടോപ്പ് മോഡൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇൻഷുറൻസ്, മെയിൻ്റനൻസ് എല്ലാം അടക്കം ഓൺ റോഡ് പ്രൈസ് വരുന്നത് 12 ലക്ഷം രൂപ. അതിൽ 30% ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് ബാക്കി വരുന്ന എമൗണ്ട് 5 വർഷത്തേക്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ EMI വരുന്നത് 17,600. ഓൺ പേപ്പർ 23 കിലോമീറ്റർ ആണ് മൈലേജ് പറയുന്നതെങ്കിലും നമുക്കൊരു 18 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് കൂട്ടാം. അപ്പോൾ ഫ്യൂൽ കോസ്റ്റ് അറൌണ്ട് 6.1 റുപ്പി പെർ കിലോമീറ്റർ. അപ്പോൾ നിങ്ങൾ മന്ത്ലി ഒരു 1000 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാബിന് വരുന്ന എക്സ്പെൻസ് 24,120. കാർ എക്സ്പെൻസ് ഇൻക്ലൂഡിങ് EMI വരുന്നത് 23,700 ആണ്. അപ്പോൾ നിങ്ങളുടെ ഡെയിലി ട്രാവൽ ബിലോ 30 കിലോമീറ്റർ ആണെങ്കിൽ ക്യാബ് എടുത്ത് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് ഇഫ് യു ട്രാവൽ മോർ ദാൻ ദാറ്റ്, സ്വന്തം കാര്യം പൊക്കൂടെ? അപ്പോൾ എല്ലാ ദിവസവും ക്യാബ് തപ്പണോ അതോ പാർക്കിങ്ങിലോട്ട് തപ്പണോ എന്ന് നിങ്ങൾ തീരുമാനിക്കും. ആൻഡ് എല്ലാ ദിവസവും ക്യാബിൽ പോകുന്ന ആ ഫ്രണ്ടിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക.